നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. CPM നേതാവ് MM മണിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. വിവിധ കേന്ദ്രങ്ങളിൽ CPM പ്രവർത്തകർ പ്രകടനം നടത്തി. ഹർത്താലിൽ നിന്നും CPI വിട്ടുനിന്നു. അറസ്റ്റിന്റെ പേരിൽ നടത്തുന്ന ഹർത്താലിനോട് യോജിപ്പില്ലെന്ന് CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ. ഹർത്താൽ ദിനത്തിൽ യുവ സാഹിത്യകാരന്റെ കവിതാ സമാഹാരം ഹർത്താൽ വിപണിയിലെത്തി. ഷമീസ് തൊടുപുഴയാണ് ഹർത്താൽ കവിതാ സമാഹാരത്തിന് പിന്നിൽ. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ BJP നേതൃത്വത്തിൽ വണ്ണപ്പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. മൂവാറ്റുപുഴ മാറാടിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കരിമണ്ണൂർ സ്വദേശികളായ അമ്മയുടെയും മക്കളുടെയും സംസ്കാരം നടത്തി. പാലസ്തീനിൽ നടക്കുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് MSF പ്രവർത്തകർ വണ്ണപ്പുറത്ത് പ്രകടനം നടത്തി. വാർത്തകൾ വിശദമായി. CPM മുൻ ജില്ലാ സെക്രട്ടറി MM മണിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ CPM ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമായിരുന്നു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ഏതാനും സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. പാൽ, പത്രം, ആശുപത്രി തുടങ്ങിയ സർവീസുകളെയും ശബരിമല തീർത്ഥാടകരെയും ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഹർത്താലിനോടനുബന്ധിച്ച് കുമളിയിൽ കേരള തമിഴ്നാട് അതിർത്തിയിൽ പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. സുരക്ഷയുടെ ഭാഗമായി 1000-ഓളം പോലീസുകാരെയാണ് ജില്ലയുടെ പല ഭാഗങ്ങളിലായി വിന്യസിച്ചിരുന്നത്. ഹർത്താലിനോടനുബന്ധിച്ച് തൊടുപുഴയിൽ CPM പ്രവർത്തകർ പ്രകടനം നടത്തി. ഗാന്ധി സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി മുനിസിപ്പൽ മൈതാനിയിൽ സമാപിച്ചു. പ്രകടനത്തിന് VV മത്തായി, KM ബാബു, TR സോമൻ, KR ഷാജി, MM റഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹർത്താലിനോടനുബന്ധിച്ച് CPM നേതൃത്വത്തിൽ കാഞ്ഞാറിൽ പ്രകടനവും പ്രതിഷേധ യോഗവും കോലം കത്തിക്കലും നടന്നു. യോഗത്തിൽ KSKTU ജില്ലാ ജോയിന്റ് സെക്രട്ടറി KV സണ്ണി, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ബിബി ജോസ്, KN ഷിയാസ്, സൂസമ്മ ജോസഫ്, AS രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. PM തോമസ്, KS ബേബി, KV ജോണി, KS രാമൻ, സജി മാത്യു, KR പൊന്നപ്പൻ, KA തോമസ്, TC ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. കോളപ്ര, അറക്കുളം, മൂലമറ്റം, മുട്ടം, ആലക്കോട് എന്നിവിടങ്ങളിലും CPM നേതൃത്വത്തിൽ പ്രകടനം നടത്തി. സഖാവ് MM മണിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇന്ന് ജയിലിലടച്ചിരിക്കുന്ന അതീവ ഗൗരവകരമായ ഒരു സാഹചര്യം ഈ കേരള സംസ്ഥാനത്തും ഈ ജില്ലയിൽ. MM മണിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് CPM വണ്ണപ്പുറം ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ വണ്ണപ്പുറം ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം KN സോമൻ, ലോക്കൽ സെക്രട്ടറി PN തങ്കപ്പൻ, PS ഗോപി, ലീല തങ്കൻ, MU മുസ്തഫ, ജേക്കബ് ജോൺ, AJ ജോസ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഇടുക്കി ജില്ലയിൽ CPM നടത്തിയ ഹർത്താലിൽ നിന്ന് CPI വിട്ടുനിന്നു. അറസ്റ്റിന്റെ പേരിൽ നടത്തുന്ന ഹർത്താലിനോട് യോജിപ്പില്ലാത്തതുകൊണ്ടാണ് വിട്ടുനിന്നതെന്ന് CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ പറഞ്ഞു. അന്വേഷണത്തിന്റെ ഭാഗമായി അറസ്റ്റ് ആവശ്യമായിരുന്നെങ്കിൽ ആ അറസ്റ്റിനെ CPI എതിർക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആ അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു അറസ്റ്റ് ആവശ്യമായിരുന്നുവെങ്കിൽ അറസ്റ്റിനെയും CPI എതിർക്കുന്നില്ല. എന്നാൽ അറസ്റ്റ് ചെയ്ത രീതിയോട് CPIക്ക് ശക്തമായി വിയോജിപ്പുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഹർത്താലിന് CPM ആഹ്വാനം കൊടുത്തിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങൾ വരുമ്പോഴൊക്കെ ഹർത്താൽ അടക്കമുള്ള സമരരൂപങ്ങൾ സ്വീകരിക്കുന്നതിനോട് പൊതുവിൽ CPIക്ക് യോജിപ്പില്ല. അതുകൊണ്ട് തന്നെ ഹർത്താലിനോട് CPI സഹകരിക്കുന്നില്ല.
എം മണിയുടെ അറസ്റ്റ് ആര് വിചാരിച്ചാലും ഒഴിവാക്കാൻ കഴിയാത്ത നിയമപരമായ നടപടിയാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും DCC പ്രസിഡന്റ് റോയി കെ പൗലോസ്. പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ കൊലപാതകങ്ങളെക്കുറിച്ച് പരസ്യ കുറ്റസമ്മതം നടത്തിയ മണിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഹർത്താൽ നടത്താൻ തീരുമാനിച്ച CPM ജനങ്ങളിൽ നിന്നും കൂടുതൽ ഒറ്റപ്പെട്ടു. കേസിന്റെ നിയമസാധ്യതയെ ചോദ്യം ചെയ്ത മണിയുടെ നിലപാടുകൾ ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയ പശ്ചാത്തലത്തിലും അറസ്റ്റ് ചെയ്യരുതെന്ന ആവശ്യം കോടതി നിരസിച്ച സാഹചര്യത്തിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ സ്വീകരിച്ച നിയമ നടപടിയിൽ നിന്നും ഒഴിവാക്കാൻ കഴിയില്ല. അറസ്റ്റ് വൈകുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചവർ പരസ്യമായി ജനങ്ങളോട് മാപ്പ് പറയണമെന്നും റോയി ആവശ്യപ്പെട്ടു. പലതവണ പോലീസിനെ കബളിപ്പിച്ചതിനാലാവും ഇത്തവണ അബദ്ധം പിണയാതെ പോലീസ് വെളുപ്പിന് വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്തതെന്നും റോയി കെ പൗലോസ് പറഞ്ഞു. ഹർത്താൽ ദിനത്തിൽ ഹർത്താൽ എന്ന കവിതാ സമാഹാരം പുറത്തിറക്കി. ഹർത്താലിനെതിരെ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ജനതയ്ക്ക് ഊർജ്ജം പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കവിത പുറത്തിറക്കിയതെന്ന് കവിതയുടെ രചന നിർവഹിച്ച ഷമീസ് തൊടുപുഴ പറഞ്ഞു. ഹർത്താൽ എന്നൊരു കവിതയാണ്, കവിതാ സമാഹാരമാണ് ഹർത്താൽ ദിവസം റിലീസ് ചെയ്യുന്നത്. ഇതൊരിക്കലും ഒരു രാഷ്ട്രീയ വിദ്വേഷ കവിതകളല്ല. ഹർത്താലിനെതിരെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ജനതയ്ക്ക് ഒന്ന് ഊർജ്ജം പകരുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഒരു രാഷ്ട്രീയ സംഘടനയോ മറ്റും കളിയാക്കുവാനോ അല്ലെങ്കിൽ പരിഹസിക്കുവാനോ ഉള്ള ഒരു മാർഗമായിട്ട് ഈ കവിതയെ കാണരുത്. ഹർത്താലിൻ്റെ ദൂഷ്യവശങ്ങളാണ് എന്തൊക്കെയാണെന്ന് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കവിതാ സമാഹാരമാണിത്. തീർച്ചയായും മലയാളികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കവിതയാണ്. ഹർത്താൽ ദിവസം തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. ഹർത്താൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് ചെയ്തതല്ല. CD-യുടെ റിലീസിങ് ഉദ്ദേശിച്ച് വന്നപ്പോൾ അതൊരു ഹർത്താൽ ദിവസം തന്നെയായി. ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നതും ഈ ദിവസം തന്നെ റിലീസ് ചെയ്യാനായിരുന്നു. പെട്ടെന്നുണ്ടായൊരു സംഭവം, അതിനെ തുടർന്നുണ്ടായ ഹർത്താലുമാണിത്. ഹർത്താൽ, തെരുവ് പെൺകുട്ടി, പ്രണയം, ബലിച്ചോറ് എന്നീ കവിതകൾ അടങ്ങിയതാണ് ഹർത്താൽ എന്ന കവിതാ സമാഹാരം. ഷമീസ് തൊടുപുഴയാണ് രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത്. മലയാളിക്ക് നിത്യജീവിതം മുഴുവനും തിരക്ക് തന്നെ. ഇടയ്ക്കിടെ എത്തുന്ന ഹർത്താലുകളാണ് കുറച്ചെങ്കിലും തിരക്കിൽ ആശ്വാസം നൽകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പുറമെ ഹർത്താലുകളോട് എതിർപ്പ് പ്രകടിപ്പിക്കുമെങ്കിലും ഉള്ളിൽ ഹർത്താലുകളെ ഇഷ്ടപ്പെടുന്നവരാണ് അധികവും എന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. റിംഗ്ടോൺ ഹർത്താലിൽ തൊടുപുഴ നഗരത്തിലെ ഗതാഗത തിരക്കൊഴിഞ്ഞ പാലത്തിൽ കണ്ടെത്തിയ ഇരുചക്ര വാഹന യാത്രക്കാരായ സുഹൃത്തുക്കൾ. ഇരുവരും പരിസരം മറന്ന് കുശലപ്രശ്നം നടത്തിയും പരസ്പരം ആശ്വസിപ്പിച്ചും സ്വൈര്യമായി ഹർത്താൽ ആസ്വദിക്കുകയാണ് ഇവർ. കാഞ്ഞിരമറ്റം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കേസരി പുരുഷ സ്വാശ്രയ സംഘം നേതൃത്വത്തിൽ ഹർത്താൽ ദിനത്തിൽ തൊടുപുഴ കാഞ്ഞിരമറ്റം ജംഗ്ഷനിലുള്ള ട്രാഫിക് ഐലൻഡ് ക്ലീൻ ചെയ്യുകയും പൂച്ചെടികൾ വെച്ചുപിടിപ്പിക്കുകയും ചെയ്തു. നഗരസഭാ കൗൺസിലർ R. രാജശേഖരൻ ശുചീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. കാഞ്ഞിരമറ്റം കേന്ദ്രമാക്കി 20 അംഗങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്ന കേസരി പുരുഷ സ്വാശ്രയ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ കാഞ്ഞിരമറ്റം ബൈപ്പാസിലുള്ള ഈ റൗണ്ട് ക്ലീൻ ചെയ്ത് ഇവിടെ പൂച്ചെടികൾ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 3-4 മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ പൂച്ചെടി വെച്ചുപിടിപ്പിച്ച് അതിൻ്റെ പരിപാലനവും തുടർന്ന് ഈ നഗര സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ കേസരി പുരുഷ സ്വാശ്രയ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നടത്തിവരുന്നു. കൂടാതെ നിരവധിയായിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. അതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ BJP വണ്ണപ്പുറം മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ വണ്ണപ്പുറത്ത് പ്രകടനം നടത്തി. മണ്ഡലം വൈസ് പ്രസിഡന്റ് ബിജു, മേഖലാ പ്രസിഡന്റ് KK ഗോപാലകൃഷ്ണൻ, മേഖലാ ജനറൽ സെക്രട്ടറി സനൽകുമാർ, KK അജിത് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മൂവാറ്റുപുഴയ്ക്ക് സമീപം മാറാടിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ റിട്ടയർഡ് അധ്യാപികയുടെയും മക്കളുടെയും സംസ്കാരം ഈസ്റ്റ് മാറാടി സെന്റ് ജോർജ് പള്ളിയിൽ നടന്നു. ചൊവ്വാഴ്ച രാത്രിയിലാണ് കുന്നപ്പള്ളിയിൽ റിട്ടയർഡ് അധ്യാപകൻ ജോർജിന്റെ ഭാര്യ 63 വയസ്സുള്ള മേരി, 36 വയസ്സുള്ള മകൾ റീജ, 33 വയസ്സുള്ള മകൻ മനു എന്നിവരെ തലയ്ക്ക് അടിയേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ മാറാടിയിലെ ഇരുനില വീട്ടിൽ കണ്ടെത്തിയത്.
പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് MSF വണ്ണപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ണപ്പുറം ടൗണിൽ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് അബ്ബാസ് ചക്കാലക്കൽ, അനസ് ഇല്ലിക്കൽ, സഹൽ തോട്ടുങ്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാതാ പള്ളിയിൽ തിരുനാളിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ ശുശ്രൂഷയും ദിവ്യകാരുണ്യ ആശീർവാദവും നടന്നു. ഡിവൈൻ മേഴ്സി ഷെറൈൻ റെക്ടർ ഫാദർ ജോർജ് ചേറ്റൂർ നേതൃത്വം നൽകി. വിജ്ഞാനമാതാ പള്ളിയിൽ 24-25 തീയതികളിലാണ് തിരുനാൾ. കുട്ടികളെ എഴുത്തിനിരുത്തുവാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അന്നൊരു നാളിൽ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ലാസർ മരിച്ച് ദുഃഖിതരായ സഹോദരിമാർ കഴിയുകയാണ്. യേശു ബഥാനിയയിലേക്ക് ചെല്ലും. മർത്ത യേശു വരുന്നുണ്ടെന്ന് കേട്ട് ഓടിച്ചെല്ലും. അവൾ യേശുവായിരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് തന്റെ ഹൃദയ നൊമ്പരങ്ങളൊക്കെ അവൾ യേശുവിനോട് പങ്കുവച്ചു. അവൾ യേശുവിനോട് പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. നമുക്ക് ഇതൊക്കെ പറയാനല്ലേ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. CPM നേതാവ് MM മണിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. വിവിധ കേന്ദ്രങ്ങളിൽ CPM പ്രവർത്തകർ പ്രകടനം നടത്തി. ഹർത്താലിൽ നിന്നും CPI വിട്ടുനിന്നു. അറസ്റ്റിന്റെ പേരിൽ നടത്തുന്ന ഹർത്താലിനോട് യോജിപ്പില്ലെന്ന് CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ. ഹർത്താൽ ദിനത്തിൽ യുവ സാഹിത്യകാരന്റെ കവിതാ സമാഹാരം ഹർത്താൽ വിപണിയിലെത്തി. ഷമീസ് തൊടുപുഴയാണ് ഹർത്താൽ കവിതാ സമാഹാരത്തിന് പിന്നിൽ. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ BJP നേതൃത്വത്തിൽ വണ്ണപ്പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. മൂവാറ്റുപുഴ മാറാടിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കരിമണ്ണൂർ സ്വദേശികളായ അമ്മയുടെയും മക്കളുടെയും സംസ്കാരം നടത്തി. പാലസ്തീനിൽ നടക്കുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് MSF പ്രവർത്തകർ വണ്ണപ്പുറത്ത് പ്രകടനം നടത്തി. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.